വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും പ്രിയം നിറഞ്ഞ രക്ഷിതാക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, അൽഹംദുലില്ലാ വളരെ ഗൗരവത്തോടു കൂടി തന്നെ രക്ഷിതാക്കളായ നമുക്ക് ദീൻ പഠിക്കാനുള്ള ഒരു അവസരമാക്കി സൗകര്യപ്പെടുത്തിയ MEP അൽഹംദുലില്ലാ നമ്മുടെ പഠനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പഠിച്ചത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹുവിന്റെ മതത്തെ കൂടുതലായി പഠിക്കാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാണ്. 2 ആഴ്ചക്ക് മുമ്പായിരുന്നു എന്റെ ക്ലാസ് വരേണ്ടത്. ചില അസൗകര്യങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ 3-ാമത്തെ ആഴ്ചയായിട്ടുള്ള ഇന്നത്തേക്ക് ക്ലാസ് മാറ്റിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഹിഫ്ളുമായി ബന്ധപ്പെട്ട് ഏകദേശം വൽ ആദിയാത്തി ളബ്ഹ മുതൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് വരെയുള്ള സൂറത്തുകൾ നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ട് എന്നതാണ് എന്റെ വിശ്വാസം. ഏകദേശം അധികം ആളുകളും കഴിഞ്ഞ ക്ലാസ്സിൽ അൽ ഖാരിഅ വരെ അല്ലെങ്കിൽ അൽഹാഖുമുത്ത തകാസുർ ഒക്കെ ക്ലിയറായി കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അവർക്ക് കൊടുത്ത സൂറത്തുകൾ 2 അൽഹംദുലില്ലാ അതും നന്നായി പഠിച്ച് കേൾപ്പിച്ചിട്ടുണ്ടാകും എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി നമ്മൾ അതിന് മുന്നോടിയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന തജ്വീദ്, അതായത് ഖുർആൻ ഏറ്റവും ഭംഗിയായി ഓതണം എന്ന അടിസ്ഥാനത്തിൽ നമ്മൾ പഠിച്ച അല്ലെങ്കിൽ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള ചില നിയമങ്ങളും സംഹിതകളും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു ഓർമ്മപ്പെടുത്തലിലൂടെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. അതായത് നമ്മൾ നിലവിൽ പറഞ്ഞു വന്നത്, ആദ്യത്തെ ക്ലാസ്സിലൊക്കെ പോയത് അക്ഷരങ്ങളുടെ മഖ്റജ. കഴിഞ്ഞ 2 ദിവസം മുമ്പ് വരെ ഒരാളെ കണ്ടപ്പോ നമ്മുടെ ക്ലാസ്സിൽ സ്ഥിരമായി കയറുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞത്, മൗലവി ഗൈന് ഐന് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നു എന്നാണ്. അദ്ദേഹം പഠിച്ചു വെച്ച ഗൈന് ഐനും ഈ ക്ലാസ്സിൽ കേട്ട ഗൈനും ഐനും വ്യത്യാസമുണ്ട്. ഓപ്പോസിറ്റ് ആയ മഖ്റജുകളാണ് മൂപ്പര് പഠിച്ചതെന്നും ഇപ്പോൾ തലതിരിഞ്ഞു എന്നൊക്കെയാണ് അദ്ദേഹം തമാശ രൂപേണ പറഞ്ഞത്. വളരെ സന്തോഷമുണ്ടായി. അതായത് ആ പഠിച്ചത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് വളരെ പുണ്യാർഹവും അൽഹംദുലില്ലാ നമുക്കൊക്കെ വളരെ സന്തോഷവുമുള്ള ഒരു കാര്യമാണ്. അപ്പൊ മഖ്റജുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിച്ചു. സായും സായും ഐനും ഗൈനും ഫാവും ഖാഫും കാഫും ഒക്കെ വേർതിരിച്ച് പഠിച്ച് മനസ്സിലാക്കിയവരാണ് നമ്മളൊക്കെ. അതിനുശേഷം നമ്മൾ അതിന്റെ വായനയിലേക്ക് കടക്കുകയും പ്രധാനമായിട്ടും ഇൽഹാർ പോലുള്ള സാക്കിനായ നൂന് തൻവീന്, അതായത് സുക്കൂനുള്ള നൂന് വരുന്ന ഒരു സന്ദർഭം, തൻവീനുകൾ വരുന്നൊരു സന്ദർഭം, അതിനുശേഷം വരുന്ന അക്ഷരങ്ങളെ അടിസ്ഥാനമാക്കി വരുന്ന തജ്വീദി നിയമങ്ങൾ, ഇതൊക്കെ ബേസിക് ആയി നമ്മൾ പറഞ്ഞു. ശേഷം നമ്മൾ ഇൽഹാർ പറഞ്ഞു. ഇൽഹാർ എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള ഏതെങ്കിലും ഒരു നൂനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വരുന്ന ഒരു തൻവീനിനോ ശേഷം ഇൽഹാറിന്റെ അക്ഷരങ്ങളായിട്ടുള്ള ഹംസ, ഹ, ഐൻ, ഹ, ഗൈൻ, ഖ, ഈ 6 അക്ഷരങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം മേൽ പറഞ്ഞ തൻവീനിന് ശേഷമോ സുക്കൂനുള്ള നൂനിന് ശേഷമോ വന്നാൽ അവിടെ വ്യക്തമാക്കി ഉച്ചരിക്കണം എന്നതാണ് ഇൽഹാർ കൊണ്ട് നമ്മൾ പഠിച്ചത്. അതിന്റെ ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. അദാബൻ അലീമ എന്നത് കൃത്യമായി നമ്മൾ ക്ലാസ്സിൽ എടുത്ത് പഠിച്ച ഒരു വിഷയമാണ്. ഇനി അതിലേക്ക് നമ്മൾ ചേർത്തു വായിക്കേണ്ടതായിട്ടുള്ള ഒന്നാണ്. നമ്മൾ ഇൽഹാറിന് ശേഷം സംസാരിച്ചത് ഏകദേശം ഇദ്ഗാമിനെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണോ? വേറെ ഏതെങ്കിലും എടുത്തായിരുന്നോ? ഇതാണ് എടുത്തിരിക്കുന്നത്. അതെ, ഇദ്ഗാമാണ് എടുത്തിരിക്കുന്നത്. ഇൽഹാർ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കുക എന്ന ആശയമാണെങ്കിൽ, ഇദ്ഗാം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ലയിപ്പിക്കലാണ്. 2 സുക്കൂനുള്ള നൂനിനെ ഇദ്ഗാമിന്റെ അക്ഷരത്തിലേക്ക് ലയിപ്പിക്കുക, അല്ലെങ്കിൽ തൻവീനിനെ ഇദ്ഗാമിന്റെ അക്ഷരത്തിലേക്ക് ലയിപ്പിക്കുക. ഇതാണ് ഇൽഹാർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തത്, മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ. അതിൽ തന്നെ ഇൽഹാറിൽ തന്നെയുള്ള 2 വിഭാഗങ്ങളിൽ ഒന്നാമത്തെ വിഭാഗമായിട്ടുള്ള
ഇദ്ഗാം ബി ഗുന്ന എന്ന പാഠമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് എന്നതാണ് എന്റെ ഓർമ്മ. ഇദ്ഗാം ബി ഗുന്ന എന്ന് പറയുന്നത് ലയിപ്പിക്കുമ്പോൾ അല്പം മണിക്കൽ കൂടി ആവശ്യമുണ്ട് എന്നാണ് അർത്ഥം. മണിച്ചുകൊണ്ട് ലയിപ്പിക്കണം എന്നുള്ളതാണ്. നമ്മൾ അതിന്റെ ഉദാഹരണങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ വായിപ്പിച്ച, എന്നാൽ പോലും ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഒരാള് ആ 4 അക്ഷരങ്ങളുടെയും തൻവീനിന്റെ അല്ലെങ്കിൽ സുക്കൂനുള്ളനോ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ഉദാഹരണങ്ങൾ ആ ബുക്ക് ഞാൻ ഇപ്പൊ അയച്ച ഫോട്ടോയിലുള്ളത് വായിക്കുകയാണെങ്കിൽ നന്നായിരുന്നു. ആരാ തയ്യാറാവാന്ന് പറയണം ഇൻഷാ അല്ലാഹ്. ഞാൻ അയച്ച ഫോട്ടോ കാണുന്നില്ലേ? ഒരാള് സുക്കൂനുള്ള നൂന് സാക്കിന എന്ന് എഴുതി ബോക്സിലുള്ളതിൽ ഹർഫുകളിൽ നൂന് വാവ് മീമ് യാവ് കൊടുത്തിട്ടുണ്ട്. അതില് നൂന് സാക്കിന എന്ന ബോക്സിൽ വരുന്ന 4 ഉദാഹരണങ്ങൾ ഒന്ന് വായിച്ചാൽ മതി. വായിക്കുമ്പോൾ മണിച്ചിട്ട് ലയിക്കണം എന്നതാണ് ആവശ്യം. അസ്സലാമലൈക്കും. ഹഫ്സാണ്. ഓക്കെ. നൂൻ മിൻ നിഅമത്തി. മിൻ നിഅമത്തി തന്നെ. ഓക്കെ. ആമിലത്തുൻ നാസിബ. ആമിലത്തുൻ നാസിബ. ഓക്കെ. അത് മതിയോ? അടുത്ത ആള്. വാവ്. മിൻ വലി. മ്യൂ വലിയ ഇദ്ഗാമാണ്. ആ നൂന് വ്യക്തമാകണ്ട, മീൻസ് ലയിപ്പിക്കുമ്പോൾ അതിന്റെ സ്വരം നഷ്ടപ്പെട്ടു. ഒന്നുകൂടി വായിക്കങ്ങൾ. മിൻ വലിയ മ്യൂ വലിയ. ഓക്കെ. അടുത്തത്, അടുത്ത ഉദാഹരണം തൻവീൻ. ഓക്കെ. ഷഹി ഷഹി ഷഹീകം വഹി. ഷഹീഖൻ വഹിയ. ഷഹീഖൻ ഖ. ഷഹീഖൻ വഹിയ. ഓക്കെ. അടുത്ത ആള് മീമ്. മീം അമ്മൻ. അമ്മൻ. കറക്റ്റ്. മാഷാ അല്ലാഹ്. അമ്മൻ. വലഅബ്ദും മുഅ്മിനുൻ. വലഅബ്ദും. ഓക്കെ. അടുത്ത ആള്. പറഞ്ഞോളി. അയ്യഖൂല. അയ്യഖൂല. ഓക്കെ. ഖൈറയ്യറ. ഖൈറയ്യറ. മാഷാ അല്ലാഹ്. ഇവിടെ 4 അക്ഷരങ്ങള് നമ്മളത് പഠിച്ചത് ഇദ്ഗാം ബി ഗുന്ന എന്നതാണ് അതിന്റെ പേര്. നിങ്ങൾ ആ പേര് മറക്കരുത്. ഇദ്ഗാം ബി ഗുന്ന. ഇദ്ഗാം ബി ഗുന്ന എന്ന് പറഞ്ഞാൽ ലയിപ്പിക്കണം, കൂടെ മണിക്കുകയും വേണം. ഓക്കെ. ഈ നമ്മള് ഇന്ന് പഠിക്കാൻ പോണ 2 പാഠങ്ങളിൽ ഒന്നാമത്തെ പാഠം ഈ 3, 4 എന്നീ കാണിക്കുന്ന 2 പാഠങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോണത്. അതിൽ മൂന്നാമത്തേത് ചെറുതാണ്, അതുകൊണ്ടാണ് 4-മത്തേതും കൂടി പഠിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ നിയമങ്ങൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും 1-2 സൂറത്തുകൾ, വൽഫജറോ ഏതെങ്കിലും സൂറത്ത് ഞാൻ ഇൻഷാ അല്ലാഹ് ഓതാൻ പറയും. കഴിയുന്ന ആളുകൾ 5 ആയത്ത് 5 ആയത്ത് വെച്ച് ഓതുകയാണെങ്കിൽ നമുക്ക് ഈ നിയമങ്ങളൊക്കെ പാലിച്ച രൂപത്തിൽ ഓതാൻ പറ്റും ഇൻഷാ അല്ലാഹ്. ശരി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 3-മത്തെ നിയമമാണ്. ഞാൻ ഈ അയച്ച ഫോട്ടോയിൽ 3 എന്ന് കൊടുത്തിരിക്കുന്ന നിയമം. അതിന്റെ പേര് ഇദ്ഗാം ബിലാ ഗുന്ന എന്നാണ്. ഇദ്ഗാം ബിലാ ഗുന്ന. നേരത്തെ നമ്മൾ പഠിച്ചത് ഇദ്ഗാം ബി ഗുന്ന. ഇപ്പൊ പഠിക്കുന്നത് ഇദ്ഗാം ബിലാ ഗുന്ന. വ്യത്യാസം മനസ്സിലായോ? എന്താണ് ബിലാ ഗുന്ന എന്ന് ചോദിച്ചാൽ, നേരത്തത് മണിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഓതേണ്ടത്. ഇപ്പോൾ ഇദ്ഗാം ബിലാ ഗുന്ന എന്ന് പറയുന്നത് മണിക്കാതെയാണ് ഓതേണ്ടത്. ലയിപ്പിക്കേണ്ടത് മണിക്കാതെയാണ്. ഇദ്ഗാം ബിഗുന്നയുടേത് ലയിപ്പിക്കേണ്ടത് മണിച്ചുകൊണ്ടാണ്. അതിന്റെ അക്ഷരം നൂന്, വാവ്, യാ, മീം, 4 അക്ഷരം. ഇദ്ഗാം ബിലാ ഗുന്ന എന്ന് പറയുന്നത് മണിക്കാതെ
ലയിപ്പിക്കാതെ കൂട്ടിച്ചേർത്ത് ഓതേണ്ടതാണ്. അതിന്റെ അക്ഷരം ലാം റോ. ആ ഉദാഹരണം ആയിരിക്കും ലാമിന്റെ. ഞാൻ വായിക്കാം. അസ്സലാമു അലൈക്കും. മണിക്കരുത്. വലൈക്കും സലാം. വലാകിൻ ലാ യഅലമൂൻ മാഷാ തൻവീൻ. കുല്ലുൻ ലഹു ഖാനിതൂൻ. കുല്ലുല്ലഹു. മാഷാ അല്ലാ. കുല്ലുല്ലഹു മണിക്കാൻ പറ്റില്ല. നമ്മൾ എന്തേ ചെയ്തിട്ടുള്ളൂ? ലയിപ്പിച്ചിട്ടുള്ളൂ. അതുപോലെ അങ്ങനെ ഒന്നും ഓതാൻ പറ്റില്ല ഒരാൾക്ക്. ഇനി ഞാൻ ഓതണമെന്ന് ശ്രമിച്ചാൽ പോലും അത് പാടില്ല. ഇദ്ഗാം ബിലാഗുന്നയിൽ എപ്പോഴും വേണ്ടത് ലയിപ്പിക്കണം, മണിക്കാൻ പാടില്ല. ഇദ്ഗാം ബിഗുന്നയില് ലയിപ്പിക്കണം, മണിക്കാൻ വേണം. അതിന്റെ അക്ഷരം 4, ഇതിന്റെ അക്ഷരം 2. ഓക്കെ, റായിന്റെ ഉദാഹരണം ആരാ വായിക്കാം? മിർ റബ്ബിഹിം മിർ റബ്ബിഹിം. അത് ലയിപ്പിക്കണം. മിർ റബ്ബിഹിം. മിർ റബ്ബിഹിം ഉം. റഊഫുർ റഹീം. ലയിപ്പിച്ചില്ല. റഊഫുർ റഹീം. റഊഫുർ റഹീം. ഇതെന്നറിയോ? ഈ ഇദ്ഗാം ചെയ്യുമ്പോൾ ഓൾറെഡി രണ്ടാമത്തെ അക്ഷരത്തിന് ഒരു ശബ്ദം ഉണ്ടാകും. അതാണ് ഇദ്ഗാമിന്റെ ഒരു പ്രത്യേകത. ആ ശബ്ദം കൊടുത്തുകൊണ്ടാണ് മണിപ്പിക്കേണ്ടതും ലയിപ്പിക്കേണ്ടതും ഒക്കെ. ഇവിടെ ആകുമ്പോ മണിക്കണ്ട, പക്ഷെ ലയിപ്പിക്കണം. അദ്ദേഹം ഓതിയത് മാഷാഅല്ലാ കറക്റ്റ് ആണ്. മിർ റബ്ബിഹിം, മിർ റബ്ബിഹിം, റഊഫുർ റഹീം, റഊഫുർ റഹീം. ഇത് തന്നെയാണ് നമ്മൾ ഓത്തിലും വരേണ്ടത്. അപ്പോ ഇൽഹാറിന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയായിരുന്നു? ആരാ പറയാ ഇൽഹാറിന്റെ അക്ഷരങ്ങൾ? ഹംസ, ഹ, ഐൻ, ഹ, ഓയിൻ, ഹ ആണ്. യെസ്. ഹംസ ഹ തൊണ്ടയുടെ താഴെ, ഐൻ ഹ തൊണ്ടയുടെ നടുഭാഗം, ഗൈൻ ഹ മുകൾ ഭാഗം. ഇതാണ് നമ്മൾ ഓൾറെഡി പഠിച്ച ഇൽഹാറിന്റെ അക്ഷരം. ഇദ്ഗാമിന്റെ അക്ഷരം ഏതാ എന്നൊരാൾ ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇദ്ഗാമിന്റെ അക്ഷരം ഏതാ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് യർമലൂൻ എന്നൊരു വാക്കാണ്. യർമലൂൻ. യാ റാ മീമ് ലാമ് വാവ് നൂന്. യർമലൂൻ എന്നാണ് ആ വാക്കിനെ ഉപയോഗിക്കുന്നത്. എല്ലാ അക്ഷരങ്ങളും അതിൽ പെടുന്നുണ്ട്. അതായത് 6 അക്ഷരങ്ങൾ ചേരുന്നതാണ് ഇദ്ഗാം. എന്നാൽ ആ ഇദ്ഗാം 2ആയി തരംതിരിക്കുന്നു. ഒന്നാമത്തെ ഇദ്ഗാം ബിഗുന്ന. അതിന്റെ അക്ഷരങ്ങൾ യാ വാവ് മീമ് നൂന്. അവ ചെയ്യേണ്ടത് ലയിപ്പിക്കുന്നതോടൊപ്പം തന്നെ മണിക്കുകയും വേണം. അതുപോലെ തന്നെ മറ്റ് 2 അക്ഷരങ്ങൾ എന്ന് പറയുന്നത് ലാമ് റാ. അത് വരുന്ന നിയമം ഇദ്ഗാം ബിലാഗുന്ന. ഇദ്ഗാം ബിലാഗുന്ന എന്ന് പറയുന്നത് ലയിപ്പിക്കണം, പക്ഷേ മണിക്കരുത്. ഇതാണ് നിയമവ്യത്യാസം. രണ്ടും ചെയ്യേണ്ടത് ലയിപ്പിക്കലാണ്. അതുകൊണ്ട് ഇതിന്റെ പേര് ഇദ്ഗാം എന്നാണ്. ഓക്കെ, ഇനി ആരെങ്കിലും ഒരാള് ഖുർആനിൽ നിന്നൊരു ഉദാഹരണം, ഇത് ഏത് ഇദ്ഗാമായാലും കുഴപ്പമില്ല, ബിഗുന്നയായാലും ബിലാഗുന്നയായാലും കുഴപ്പമില്ല, നിങ്ങൾ ഖുർആനിൽ കണ്ടെത്തിയ ഒരു ഉദാഹരണം ആരെങ്കിലും 1-2 പേര്, ഒരക്ഷരത്തുമ്പോ തന്നെ വേണ്ട, വെവ്വേറെ അക്ഷരത്തുമ്പോ. ഖൈറുൽ ലക. ഖൈറുൽ ലക. ഖൈറുൻ ലക എന്ന വാക്കിനെ ഇദ്ഗാം ചെയ്യുമ്പോൾ ഖൈറുൽ ലക. ഓക്കെ, വേറെ എല്ലാവരും പങ്കെടുക്കണം കേട്ടോ. ക്യാമറ ഒന്ന് ഓണാക്കണ്ട, പങ്കെടുത്താൽ മാത്രം മതി. വലം യകുൽ ലഹു. വലം യകുൽ ലഹു. ഓക്കെ, യകുൻ ലഹു എന്നുള്ളത് കൂട്ടിച്ചേർത്ത് യകുൽ ലഹു. കറക്റ്റ് ആണ്. പറയാത്ത ആളുകളൊക്കെ പറയുകയാണെങ്കിൽ നന്നായിരിക്കും. എല്ലാവരും പറയണം എന്നാണ് എന്റെ അഭിപ്രായം. നമ്മൾ ഓരോന്ന് കണ്ടെത്തുമ്പോഴാണ് കൂടുതൽ തജ്വീദ് നിയമം പഠിക്കുക. റഹ്മത്തും മിർ റബ്ബി. റഹ്മത്തുൻ മിർ റബ്ബിക് എന്നുള്ളത് കൂട്ടിച്ചേർത്ത് റഹ്മത്തും മിർ റബ്ബിക്. കറക്റ്റ് ആണ്. മാഷാ അല്ലാ. ഹുമസത്തിൽ ലുമസ. ഹുമസത്തിൽ ലുമസ. ലാമു. മാഷാ അല്ലാ. ഇപ്പൊ പഠിപ്പിച്ച നിയമം. മാഷാ അല്ലാ. ചെറിയ ചെറിയ പറഞ്ഞോളൂ. ഹബ്ലും മിൻ മസദ്. അബുലും മിൻ മസദ്. അബുലും മിൻ, അതാണ് വാക്ക്. അബുലും മിൻ എന്നുള്ളത് കൂട്ടിച്ചേർത്തു ഹബുലും മിൻ. നമ്മൾ പഠിച്ച ചെറിയ സൂറത്തിൽ നിന്നാണ് ഈ വാക്കുകളൊക്കെ വരുന്നത്. നിങ്ങൾ എല്ലാവരും ആ സൂറത്തുകൾ തന്നെ പരിശോധിച്ചാൽ കിട്ടും. ഇനി വലിയ സൂറത്തായാലും കിട്ടും. എല്ലാ പേജുകളിലും ഇദ്ഗാം ഉണ്ടാവും. കേട്ടില്ല.
മിർ റഹ്മത്തിൻ. മിർ റഹ്മത്തി. മാഷാ അല്ലാ. മിർ റഹ്മത്തി. മിൻ റബ്ബിഹിം. മിർ റബ്ബിഹിം. ഓക്കെ, വേറെ കുറച്ച് 2-3 പേരോട് പറഞ്ഞാൽ നമുക്കൊരു 9-10 മണി പറയാം. എന്നിട്ട് നമുക്ക് ഇൻഷാ അല്ലാ അടുത്ത നിയമത്തിലേക്ക് കടക്കാം. ഹാഫിളത്തുൽ റാഫിയ. ഖാഫിളത്തുർ റാഫിയ. മാഷാ അല്ലാ. ഇദ്ഗാം പഠിച്ച പിന്നെ മുറിച്ച് ഓതരുത് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാം കൂട്ടിച്ചേർത്ത് തന്നെ ഓതണം, അതിന്റെ ഭംഗി അതാണ്. എല്ലാവരും ആയോ? ഇല്ലല്ലോ, ഇനിയും ഏകദേശം 60 പേരുണ്ടല്ലോ. ഹുദല്ലിൽ മുത്തഖീൻ. ഹുദല്ലിൽ. മാഷാ അല്ലാ. വെറൈറ്റി, വലിയ സൂറത്തിൽ കടന്നു. അൽഹംദുലില്ലാ. ഷാഹുൽക്ക പറയൂ. കാസിൻ മഅകൂൽ. കാസ്ഫിം മഅകൂൽ. ഇദ്ഗാം ബിഗുന്നയാണ് ഷാഹുൽക്ക, കുറച്ച് മണിക്കണം. കാസ്ഫിം മഅകൂൽ. ഗഫൂറുൻ റഹീം. ഗഫൂറുർ റഹീം. ഗഫൂറുർ റഹീം. ഓക്കെ, സർഫുദ്ദീൻ ക പറഞ്ഞായിരുന്നോ? സബീനത്ത, ഇർഷാദ് ക, കുറെ പേരുണ്ട്. എല്ലാവരും പേരൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല. 3 മിനിറ്റും കൂടി. പറയാത്തവർ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പറയാം ഇൻഷാ അല്ലാ. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. മിർ റബ്ബി. ഐ യഹ്ലുക. ഏ ഐ യഹ്ലുക്. അയ്യഹ്ലു. ഓക്കെ. സമറത്തിർ റിസ്ക. സമറത്തിൽ റിസ്ക്. റിസ്ക് എന്നാണ്. മനസ്സിൽ നിർത്തും, അങ്ങനെ നിർത്താം. റിസ്ക്. 2 മിനിറ്റും കൂടി. അസീഫുക്ക നിങ്ങൾ പറയൂ. കുറെ ആളുകൾ കേട്ടില്ല. മിൻജു അജാജീം അല്ലേ അത്? അല്ല, അവിടെ ഇദ്ഗാം വരുന്നില്ല. തൻവീനും സുക്കൂനും നൂനും വരുന്നില്ലല്ലോ. അത്അമഹു മിൻ ജൂ എന്നല്ലേ വരുന്നത്. സുക്കൂനുള്ള നൂനോ തൻവീനോ വേണം സിഫ്ക. അമ്ന ജുബൈർ പറയൂ. നിങ്ങളൊക്കെ പറയാതിരുന്ന ശരിയാവില്ല കേട്ടോ. പറഞ്ഞവരെ പേരെ വിളിക്കണമെങ്കിൽ ക്ഷമിക്കണം. ഞാൻ ഇത് കാണുന്ന പേരൊക്കെ വിളിക്കണതാണ്. ജൗഹർ, മുഹമ്മദ് ബാബു, മുനീർ, നബീൽ, നാജിയ. അലം അലം അനിന്നബഇൽ അളീം. അനിന്നബഇൽ അളീം. അനിൻ, അവിടെ തൻവീനുണ്ടോ? അനിന്നബഇൽ അവിടെ അന്നവിടെ തൻവീനുണ്ട്, സുക്കൂനുള്ള നൂനുണ്ടോ? ഇല്ല, സോറി, ഇല്ല. അതല്ലേ ഞാൻ പഠിച്ചത് തെറ്റിപ്പോയതായി. അന്നുള്ളതിന് സാക്കിനായ നൂനില്ലേ? അനി, അവിടെ അനിയാ വന്നേക്കട്ടെ. അനി. പക്ഷെ നിങ്ങളുടെ ശ്രമം നന്നായി, പക്ഷെ ശരിയായില്ല. ശരി, ഏകദേശം ടൈം കഴിഞ്ഞു. 9:10 ജസാക്കല്ലാഹ്. ഒരുപാട് ആളുകൾ കേട്ടോ. നിങ്ങൾ തെറ്റിച്ചില്ലെങ്കിൽ പറയാനുള്ള ധൈര്യം കാണിച്ചല്ലോ, അതാണ് ഏറ്റവും വലുത്. അൽഹംദുലില്ലാ. അപ്പോ നമ്മളിപ്പോ പഠിച്ച 2 നിയമമാണ് ഇദ്ഗാം ബിഗുന്ന, മറ്റൊന്ന് ഇദ്ഗാം ബിലാ ഗുന്ന. ഇൻഷാ അല്ലാഹ് രണ്ടിന് വ്യത്യാസം മണിക്കുക, ഒന്ന് മണിക്കാതിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ വീണ്ടും പറയുന്നു, നൂന്, വാവ്, മീമ്, യാ, ഈ 4 അക്ഷരം വന്ന് നിർബന്ധമായിട്ട് മണിച്ചുകൊണ്ട് തന്നെ പറയണം. മുറിച്ച് പറയരുത് എന്നുള്ളതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ശരി, ഇനി
ഇനി പറയാൻ പോകുന്നത് നാലാമതായി കൊടുത്തിരിക്കുന്ന കാര്യമാണ്. ഇഖ്ലാബ് എന്നാണ് പേര്. ഓക്കെ, അതിന്റെ മലയാളം ആരെങ്കിലും ഒരാൾ വായിക്കോ? മണിക്കലോട് കൂടി മീമാക്കി മറിക്കുക. സുക്കൂനുള്ള ആ നൂനിന് അല്ല താഴെ ബാ വന്നാൽ ഗുന്നയോട് കൂടി മണിക്കലോട് കൂടി മീമാക്കി മാറ്റേണ്ടത്. മീമാക്കി മാറ്റേണ്ടതാണ്. ഉള്ളു വായിക്കണോ? ഇത് ഇജ്മാവ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അതായത് ഇനി പറയാൻ പോണത്, നമ്മളിപ്പോ അറബി അക്ഷരമാലയിലെ ഹംസ ഹ, ഐൻ ഹ, ഗൈൻ ഹ പറഞ്ഞു. എർമലൂൻ എന്ന് വരുന്ന യാ, റാ, മീമ്, ലാമ്, വാവ്, നൂന് അക്ഷരങ്ങൾ പറഞ്ഞു. ഇനി ബാക്കി വരുന്ന അക്ഷരങ്ങളിൽപ്പെട്ട ഒരക്ഷരമാണ് ബാ. ഇനിയും ഒരുപാട് അക്ഷരങ്ങൾ വരാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു അക്ഷരം ബാ ആണ്. ബാന് തനിയെ ഒരു നിയമമുണ്ട്. ബായിനൊരു പ്രത്യേകത, ബാ ആരുടെ കൂടെ കൂടൂല, ഒറ്റ പൂതിക്കാരനാണ്. ബായിന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് തന്നെയാണ് ആ നിയമം വരുന്നത്. എന്താണ് ആ നിയമം എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഷാവുൽക്ക വായിച്ചതുപോലെ തന്നെ മണിക്കലോടുകൂടി മീമാക്കി മറിക്കുക എന്നാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സുക്കൂനുള്ള നൂനിന്റെ ശബ്ദം ഇന്നാണ്. അല്ലെ? നമ്മളൊന്ന് പറഞ്ഞു നോക്കി, മേക്കോട്ടൊക്കെ കേട്ടോ. അല്ലെ? തൻവീന്റെ ശബ്ദം അതന്നെയാണ്, എന്ന് തന്നെ വരാ. ഗഫൂറൻ കണ്ട. ഈ ബായിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, എവിടെയെങ്കിലും സുക്കൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷം ബാ വന്നാൽ ഇൻ മാറ്റി ഇമ്മാക്കും. അതാണ് അവന്റെ പണി. ഓക്കെ, നിങ്ങൾക്കൊരു ഐഡിയ മനസ്സിലായെന്നും വിചാരിക്കണു. അതിന് നമുക്ക് അൽഹംദുലില്ലാ നമ്മുടെ ഒക്കെ പരിശുദ്ധ ഖുർആനില് അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ഓതാൻ വേണ്ടി സുക്കൂനുള്ള നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം ബാ വന്ന ഒരു സന്ദർഭം ഉണ്ടെങ്കിൽ ആ സന്ദർഭത്തിന് മുകളിൽ ഒരു ചെറിയ മീം കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ താഴെയുള്ള ഉദാഹരണങ്ങൾ ഒരാൾ വായിച്ചാൽ, ഞാൻ ഒരു പ്രാവശ്യം വായിക്കാം, എന്നിട്ട് നിങ്ങൾ വായിച്ചാൽ മതി. ഓക്കെ, ഫസ്റ്റ് നൂന് സാക്കിനയുടെ ഉദാഹരണങ്ങൾ വായിക്കാം. ذَلِكَ مِنْ أَنْبَاءِ الْغَيْبِ. അൻബാ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ബാ എന്ന വിരുദ്ധനായതുകൊണ്ട് നൂനിനെ എന്ത് ചെയ്തു? മീമാക്കി. കണ്ടോ? അന്നുള്ളിടത്ത് അംബാഇൽ ഗൈബ്. അടുത്തത് ഫലമ്മാ ജാനൂദിയ അംബൂരിക്ക. അംബൂരിക്ക. നിങ്ങൾ ആ നൂന്റെ തൊട്ട് മുകളിൽ ഒരു കുഞ്ഞു മീം കണ്ടോ? ആരെങ്കിലും കണ്ടായിരുന്നോ? കണ്ടു. യെസ്. അത് ഒരു അടയാളമാണ് മക്കളെ. അവിടെ എത്തിക്കഴിഞ്ഞാൽ നൂനല്ല മീമ എന്ന് പറയാൻ വേണ്ടിയുള്ള അടയാളമാണ്. അടുത്ത ഉദാഹരണം ബിദംബിഹിം. ബിദംബിഹിം. ഓക്കെ, ഇനി തൻവീൻ. കേട്ടില്ല, എന്തോ പറഞ്ഞു, സോറി. ഇന്നല്ലാഹ അലീമും ബിദാതിസ് സുദൂർ. ഇന്നല്ലാഹ അലീമും ബിദാതിസ് സുദൂർ. ഇന്നല്ലാഹ അലീമും ബിദാതിസ് സുദൂർ. ഇന്നല്ലാഹ സമീഉം ബസീർ. സമീഉൻ ബസീർ. സമീഉൻ എന്നാണ് ഖുർആനില്. സമീഉൻ പല ആളുകളും ഓതാറുണ്ടാവുക, ഒരു പക്ഷേ എല്ലാവരും അല്ല. സമീഉൻ ബസീർ എന്നൊക്കെ ഓതാറുണ്ടാവുക. പക്ഷെ ഇനി നമ്മൾ പറയുന്നത് സമീഉൻ ബസീർ. ഓക്കെ, ഡിസ്പ്ലേ ക്ലിയർ ആകുന്നില്ല എന്നൊരു അഭിപ്രായം കണ്ടു. ക്ലിയർ ആകുന്നില്ല ഞാൻ അയച്ചേക്കണത്? ക്ലിയർ ആണല്ലോ. ക്ലിയർ ആണോ? അയ്യോ, ക്ലിയർ ആകാത്തവരുണ്ടോ? ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ ഇനിയിപ്പോ ബുക്ക് എടുത്ത് ഫോട്ടോ എടുത്ത് അയക്കണം. ക്ലിയർ ആണെന്ന് എല്ലാവരും ഒന്ന് പറയോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ പറഞ്ഞെന്താണ്? ഈ ഉദാഹരണങ്ങൾ കണ്ടോ? ഇവിടെയൊക്കെ സമീഉൻ എന്നുള്ളിടത്ത് നമ്മൾ പറയുന്നത് സമീഉം ബസീർ. ഹമ്മാസിം
ഹമ്മാദിൻ ബശ്ശാഇൻ ബിനമീം ബശ്ശാഇൻ ബിനമീം. ഇത് ഇഷ്ടം പോലെ ഖുർആനുണ്ട്. ഓക്കെ, ഇൻഷാ അല്ലാ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞ ഒരു അടയാളത്തിനൊരു മീം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ വഖഫ് എന്ന നിയമം പഠിക്കാനുണ്ട്. ഇൻഷാ അല്ലാ നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിക്കും. അതുകൊണ്ട് പറയാണ്, 2 തരം മീം ഖുർആനിലുണ്ട്. ഓക്കെ, അപ്പോ ഒന്നാമത്തെ മീം ഞാൻ പറഞ്ഞ സുക്കൂനുള്ള നൂനിന്റെയോ തൻവീനിന്റെയോ മുകളിലോ താഴെയോ കൊടുത്തുള്ള മീമായിരിക്കും. അതാണ് ഇഖ്ലാബിനെ സൂചിപ്പിക്കുന്ന മീം. അതല്ലാതെ തനിയെ ഒരു മീം കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ആ താഴെ വഖഫിന് സമയത്ത് മീം അടയാളമായി കൊടുത്തതിന്റെ ഉദാഹരണം എന്ന് തരം കണ്ടോ? നോക്കവിടെ, ഇന്നല്ലാഹ ഫഖീറുൻ വനഹ്നു അഗ്നിയാ. അവിടെ നിർത്തണം, നിർബന്ധാണ്. സനക്തുബു, അങ്ങനെ ഓതേണ്ടത്. ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു. അത് വഖഫ് ചെയ്ത് ഓതേണ്ട ഒരു മീമും കൂടി വരുന്നുണ്ട്. നമ്മളിപ്പോ പറയേണ്ട ആവശ്യമില്ല, എന്നാലും സൂചിപ്പിക്കുകയാണ്. അങ്ങനെ ഓതേണ്ട മീമും വരാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ആ മീം നോക്കിയിട്ട് ഓതാൻ നിൽക്കണ്ട. നമ്മൾ പഠിച്ച നിയമം അനുസരിച്ച് ഓതാൻ നോക്കിയാൽ മതി. സുക്കൂനുള്ള നൂനോ തൻവീനോ ശേഷം ബാ എന്ന അക്ഷരം വന്നാൽ സുക്കൂനുള്ള നൂനിനെയോ തൻവീനിനെയോ മീമാക്കി മാറ്റണം. ഇതാണ് ഇഖ്ലാബ്. ക്ലിയർ ആയോ? നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി. ഒരാൾ എനിക്ക് എന്താണ് ഇദ്ഗാം എന്ന് പറഞ്ഞു തരണം. ആരാ പറഞ്ഞുതരാ? നിങ്ങളിപ്പോ എടുത്തതും ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതും കൂടി ചേർത്തിട്ട് സിമ്പിൾ ആയിട്ട് മനസ്സിലായി എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ചോദിക്കണാണ് ഒരാള്. എന്താണ് ഇദ്ഗാം? സുക്കൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷം ഉം. റ, മ, ല, വാവ്, നൂൻ എന്നീ അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഓക്കെ, ഇനി ഇദ്ഗാം 2 വിഭാഗമുണ്ട്. അതാരാ പറയാ? ഇദ്ഗാമും ബിഉന്ന, ഇദ്ഗാമും ബിലാ ഉന്ന. എന്താ വ്യത്യാസം ഷാവുൽക്ക? ഇദ്ഗാമും ബിഉന്നയിലാണെങ്കിൽ ലയിപ്പിക്കുമ്പോ മണിച്ച് ഇതാക്കണം. യെസ്, ബിലാ ഉന്നയിലാണെങ്കിൽ മണിക്കാതെ ലയിപ്പിക്കുന്നു. യെസ്, മാഷാ അല്ലാ. എന്താണ് ഇഖ്ലാബ്? ഒരാൾ പറയും. ഇപ്പൊ പറഞ്ഞ നിയമം. സുക്കൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷം ബ എന്ന അക്ഷരം വന്നാല് ആ അക്ഷരത്തെ മീമാക്കി ഉച്ചരിക്കണം. മീമാക്കി വെച്ചിരിക്കണം. ഇൻഷാ അല്ലാ. ഇനി ഇദ്ഹാർ ഒന്ന് പറയാം ആരെങ്കിലും ആള്? സാക്കിനായ നൂനിനോ തൻവീനോ ശേഷം ഹൽക്കിന്റെ അക്ഷരങ്ങളായ 6 അക്ഷരങ്ങൾ വരുന്നാൽ വെളിവാക്കി ഉച്ചരിക്കണം. തെളിവാക്കി വെച്ചിരിക്കണം. മാഷാ അല്ലാ, മാഷാ അല്ലാ. അപ്പൊ ഏകദേശം എടുത്തത് ഉൾപ്പെടെ എല്ലാം മനസ്സിലാകുന്നുണ്ടെന്ന് മനസ്സിലായി. അൽഹംദുലില്ലാ. ഇനി നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ ഇഖ്ലാബിന് 1-2 ഉദാഹരണങ്ങൾ ഖുർആനിൽ നിന്ന് കണ്ടെത്തി തരുമെങ്കിൽ ഒരു 19 ഒരു 24 വരെ നിങ്ങൾക്ക് സെയിം ഖുർആനിൽ നിന്ന് കാണാൻ വേണ്ടിയുള്ള സമയമാണ്. പെട്ടെന്ന് ഓരോരുത്തർ ഒരു പ്രാവശ്യം ഒരാൾ പറഞ്ഞാൽ മതി. വീണ്ടും കണ്ടെത്തിയാൽ പറയണ്ട. അലീമും ബിമാ. അലീമും ബിമാ. മാഷാ അല്ലാ. മിൻ ബഅദിഹിം. മിൻ ബഅദിഹിം. കറക്റ്റാണ്. എങ്ങനെ? റേഞ്ച് പോയായിരുന്നു നിങ്ങളുടെ. എന്തായി? കറക്റ്റാണ്. മാഷാ അല്ലാ. ഇത്ത എന്താ പറഞ്ഞത്? ഒന്ന് വായിക്കൂ ഇത്ത. യൗമഇദിൻ ബിജഹന്നം. യൗമഇദിൻ ബിജഹന്നം. ഓക്കെ. തുനബ്ബിഉഹും ബിമാ. തുനബ്ബിഉഹും ബിമാ. കറക്റ്റാണ്. മാഷാ അല്ലാ. وأنت حل بهذا البلد. وأنت حل بهذا. മാഷാ അല്ലാ. യഖ്റുജു മിൻ യഖ്റുജു മിൻ ബൈനി. ഇക്ക ഏതാ പറഞ്ഞത്? ബിസുൽത്താനിൻ ബയ്യിനിൻ. സുൽത്താനിൻ ബയ്യിൻ. മാഷാ അല്ലാ. സയ്യിഅത്തുൻ ബിമാ ഖദ്ദമത്. സയ്യിഅത്തിൻ ബിമാ അല്ലേ? ഓക്കെ. മാഷാ അല്ലാ. ഒരു 3-4 പേരോട് പറഞ്ഞാൽ നമുക്ക് നിർത്താം. ഇൻഷാ അല്ലാ. ഇനി നമുക്ക് ഹിഫ്ളിലോട്ട് പോണം, സമയം കുറവാണ്. ഇത്ത പറഞ്ഞത് കേട്ടു, ഇക്ക പറഞ്ഞത് കേട്ടില്ല.
ولكن ലയുംബദൻ മാഷാ അല്ലാ. ശരി, നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? മാഷാ അല്ലാ. ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ തജ്വീദ് പരമായിട്ട് പഠിക്കാൻ ഉദ്ദേശിച്ചത്. ഇൻഷാ അല്ലാ ഇപ്പോ എക്സാമുകളുടെ ടെസ്റ്റുകളുടെ ഒക്കെ ഒരു കാലമല്ലേ. ഇൻഷാ അല്ലാ ഞാനൊരു ടെസ്റ്റ് നടത്തിയാലെന്ന് ആലോചിക്കാണ്ട്. ഇൻഷാ അല്ലാ നമുക്കൊരു ചെറിയ ടെസ്റ്റ് നടത്താം. നിങ്ങൾക്ക് അറിയുന്ന തന്നെയാണ്, എന്നാൽ പോലും ഇൻഷാ അല്ലാ ഒരു ടെസ്റ്റ് ഉണ്ടാവും, ഞാൻ നടത്തുന്നുണ്ട് ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ, അതിന് മുമ്പായിട്ട്. ഓക്കെ ശരി. ഇനി നമുക്ക് ഹിഫ്ദിലോട്ടാ കിടക്കണ്ടേ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ നിലവിലുള്ള വലാദിയാത്ത് വരെയുള്ളത് കാണാതെ പഠിച്ചിക്കണോ? പഠിച്ച് ഏകദേശം എല്ലാരും പഠിച്ചിരിക്കണം ഏകദേശം. ശരി, നമുക്ക് എന്നും ഞാൻ ഫുള്ള് ഓദിപ്പിക്കലുണ്ട്. ഓദിപ്പിക്കണോട് തെറ്റൊന്നുമില്ല, പക്ഷെ ആരാ ഒന്ന് അൽക്കാരിയ ഒന്ന് ഓതാം. أعوذ بالله من الشيطان الرجيم. കുഴപ്പമില്ല, രണ്ടാൾക്ക് ഓതാട്ടോ, സമയമുണ്ട്. ഓതിക്കോളൂ ഒരാൾ ഓതിക്കോളൂ. ഓതണില്ലേ? ഓതിക്കോട്ടെ എന്നാ. ഓതാതിരിക്കാൻ ബുദ്ധിമുട്ടായില്ലേ? أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم القارية ما القارية وما أدراك ما القارية يوم يكون الناس كالفراش المبثوث فتكون الجبال كالإهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه حاوية وما أدراك ما هي وما أدراك ما هي نار حامية. മാഷാ അല്ലാ നല്ല രീതിയിൽ ഓതിട്ടോ, അൽഹംദുലില്ലാ. പ്രത്യേകിച്ച് നിയമങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഓതുന്നുണ്ട്. മാഷാ അല്ലാ. അടുത്ത ആള്, നേരത്തെ ഓതി നിർത്തിയ ആള്. നേരത്തെ ഓതാൻ വന്ന ഒരാളില്ലേ? ശരി, വേറെ ആരെങ്കിലും ഓതുന്നുണ്ടോ? ആൾക്കാര് വേറെ എല്ലാം ഓതുന്നുണ്ടോ? ധൈര്യം ഉണ്ടോ? ധൈര്യക്കുറവൊന്നുമില്ലെന്ന് എനിക്കറിയാട്ടോ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. القارعة ما القارعة وما أدراك ما القارعة يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية فأما من خفت موازينه فأمه هاوية وما أدراك
أدراك ما هي نار حامية. ഓക്കെ ഓക്കെ ഓക്കെ, മാഷാ അല്ലാ. ഇനി വലാദിയാത്ത് ആരാ? أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فوسرن به نقعا فوسطن به جمعا إن الإنسان لربه لنكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد أفلا يعلم إذا بؤسر ما في القبور وبصر ما في الصدور إن ربهم بهم يومئذ لخبير. മാഷാ അല്ലാ, മാഷാ അല്ലാ, മാഷാ അല്ലാ. അൽഹാക്കുമുത്ത കാസുർ ആരാ? أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. മാഷാ അല്ലാ, മാഷാ അല്ലാ. വൈലുൻ ലികുല്ലി ഹുമസത്തിൽ ലുമസ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويل لكل همزة لمزة الذي جمع مالا وعدده يحسب أن ماله أخلده كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في أمد ممددة. ഇപ്പൊ പഠിച്ച നിയമം മാഷാ അല്ലാ, കറക്റ്റ് ആയിട്ട് ഓതി കേട്ടോ. في عمد ممددة. കറക്റ്റ് ആണ്, മാഷാ അല്ലാ. യെസ്, ഇനി ഫീല്. ألم تر ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل. ഒരായത്തും കൂടി. فجعلهم كعصف مأكول. മാഷാ അല്ലാ, മാഷാ അല്ലാ. ഇക്ക ഓദിക്കോ, ഓതാൻ വന്നല്ലേ? بسم الله الرحمن الرحيم
ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل وجعلهم كعصف معقول. ترميهم بحجارة من إدغام بغنة തർമീഹിം ബിഹിജാറത്തിൻ മിൻ. ഇപ്പൊ പഠിച്ച നിയമമാണ്, മറന്നുപോയി നിങ്ങള്. ترميهم بحجارة من سجيل. ഇനി മാഊൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أرأيت الذي يكذب بالدين فذلك الذي بيدعو اليتيم فذلك الذي يدعو 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 اليتيم اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. മാഷാ അല്ലാ, നന്നായിട്ട് ഓതി. പക്ഷെ മഖ്റജ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാവരോടും കൂടിയാണ് അത്, അവരോട് മാത്രമല്ല. നമ്മൾ പഠിച്ചതാണ് മഖ്റജുകള്. ത്വാമിൽ നിന്നാണ്, തായല്ല ത്വായാണ്. മിസ്കീൻ അല്ല മിസ്കീനാണ്. ഓക്കെ, അത് എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവർക്കും തെറ്റുപറ്റുന്ന കേട്ടോ, ഞാൻ ഒരാളെ മാത്രമായിട്ട് പറഞ്ഞല്ല, എല്ലാവരും ശ്രദ്ധിക്കുക. ശരി, കാഫിറൂൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. മാഷാ അല്ലാ, മാഷാ അല്ലാ. ട്യൂണും അൽഹംദുലില്ലാ എല്ലാവരും നല്ലൊരു ശ്രമിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, മാഷാ അല്ലാ. ഇനി തബ്ബത്തും ഓതിയിട്ട് നമുക്ക് നേരെ സോറി, ഇനി മുകളിലത്തെ ഒരു സുഹൃത്തും കൂടി പറയുന്നുണ്ടല്ലോ, ഇതാ സുൽസിലത്തിൽ അത് സിൽസാല. അപ്പൊ ആദ്യം തബ്ബത്ത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبت يدا أبي لهب وتب ما أغنى عنه ماله فما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. മാഷാ അല്ലാ. ഇനി ഇതാ സുൽസിലത്തിൽ അർളു സിൽസാല. അതാരോതാ ലാസ്റ്റ് പഠിപ്പിച്ച സുഹൃത്തുക്കളാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها فقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم
ومن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. ഓക്കെ ഓക്കെ, മാഷാ അല്ലാ. അപ്പൊ ഏകദേശം എല്ലാ സൂറത്തുകളും എല്ലാവരും ഓതിയിട്ടുണ്ട്, എല്ലാവരും അത് പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ വലിയ ഒരു സൂറത്തിലേക്ക് കടക്കാൻ പോകണം. നമ്മൾ നിലവിൽ പഠിച്ചതിനേക്കാൾ കുറച്ച് വലുത് സൂറ ബയ്യിന. ഏകദേശം ബയ്യിന 8 ആയത്താണുള്ളത്. ഇൻഷാ അല്ലാ നമ്മൾ വിചാരിച്ചാൽ ഒരു മാസം കൊണ്ട് തീരും. പക്ഷെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, നിലവിൽ ഇപ്പോൾ 2 ആയത്ത് മാത്രം എടുക്കാം. ഇൻഷാ അല്ലാ 2 ആയത്ത് മാത്രം. അത് നിങ്ങൾ ഈ ആഴ്ച തന്നെ, ഈ ഇനി വരുന്ന ഞായറാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങളത് അതാത് ഗ്രൂപ്പുകളിൽ എന്ത് ചെയ്യണം, കാണാതെ പഠിച്ച് വോയിസ് ഇട്ടിരിക്കണം. നിങ്ങൾ അതിൽ ഇനി മുതൽ കുറച്ച് ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഒന്നല് രാവിലെ സുബഹി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ മഗ്‌രിബ് കഴിഞ്ഞിട്ടോ ഏതെങ്കിലും ഒരു അരമണിക്കൂറോ 10 മിനിറ്റോ മിനിമം 10 മിനിറ്റ് എങ്കിലും ഒന്നിരുന്ന് ഈ 2 ആയത്തുകൾ കുറെ വട്ടം എങ്ങനെ ഓതണം, നമ്മൾ ഓൾറെഡി പഠിച്ചതുപോലെ മഖ്റജ് ശ്രദ്ധിച്ചും നിയമങ്ങൾ ഏതെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഓതാം. അപ്പൊ ഈ ഒന്നാമത്തെ ആയത്ത് നിങ്ങൾ ഖുർആൻ കയ്യിൽ എടുത്തിട്ടുണ്ടെങ്കിൽ എടുക്കുക. ഒന്നാമത്തെ ആയത്തിൽ ഇപ്പോ നിലവിൽ വരുന്ന നമ്മൾ പഠിച്ചിട്ടുള്ള നിയമങ്ങൾ, ഒന്നാമത്തെ നിയമം മിൻ അഹ്ലിൽ കിതാബ് എന്നുള്ളതാണ്. ഇൽഹാറാണ്, സുക്കൂനുള്ള നൂനേശ ഹംസ വന്നു. മിൻ അഹ്ലിൽ കിതാബ്, ഒന്നാമത്തെ നിയമം അതാണ്. രണ്ടാമതായി വരുന്നത് രണ്ടാമത്തെ ആയത്തിലാണ്. നമ്മൾ പഠിച്ചത് വെച്ചിട്ട് റസൂലും മിനല്ലാഹ്, റസൂലും മിനല്ലാഹ്, നിങ്ങളത് ഇങ്ങനെ തന്നെ ഓതണം. വീണ്ടും ഒരു നിയമം കൂടിയുണ്ട്, സുഹുഫം മുത്വഹ്ഹറ, സുഹുഫം മുത്വഹ്ഹറ. ഈ 3 നിയമങ്ങളാണ് തൽക്കാലം ആ 2 ആയത്തുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാ ഞാൻ ആദ്യം ഒരു വട്ടം ഓതാം, ശേഷം ഞാൻ ഓതിയത് ഒരു 2 വാക്കായിട്ട് ഓതും, നിങ്ങളത് ഓതുക. വീണ്ടും 2 വാക്കായിട്ട് ഓതും, നിങ്ങൾ ഓതുക. അത് നിങ്ങൾ ഓതിയെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് 1-2 പേര് മൈക്ക് ഓൺ ആക്കിയാൽ നന്നായിരിക്കും. ഇപ്പോഴല്ല, രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഓതുമ്പോൾ. ഓക്കെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة. رسول من الله يتلو صحفا مطهرة. ഈ 2 ആയത്താണ് ഇൻഷാ അല്ലാ ഓതേണ്ടത്. ഇനി 1-2 പേര് മൈക്ക് ഓൺ ആക്കണേ. നമ്മൾ കേട്ട് ഞാനൊരു 2 വാക്ക് പറയാം, നിങ്ങളത് കേട്ട് പറയാം. ഓക്കെ.